അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കളെ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, മീമിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയെ മക്കളെ കുത്തുബനുദീനം ഖുർആനിൽ അലകുത്തല കുറി ബിസ്മില്ലാഹ് അലകുത്തല കുറി ബിസ്മില്ലാഹ്. ഗസ്വതു ബദർ, യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ദിനം. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജ്യതയുടെയും ഇതിഹാസ ചരിത്രം. മദീനയിലെത്തിയിട്ടും നബിയെയും സ്വഹാബത്തെയും ഖുറൈശികൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ നബിയെയും തങ്ങളെയും നിരന്തരം ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടറിഞ്ഞ നബിയും സ്വഹാബത്തും അവരെ തടയാൻ വേണ്ടി പദ്ധതിയിട്ടു. പക്ഷേ അവർ വഴിമാറി രക്ഷപ്പെട്ടു. വരുന്ന വഴിയിലും അവർ വഴിമാറി രക്ഷപ്പെട്ടു. നബിയെയും സ്വഹാബത്തിനെയും യമപുരയിലേക്ക് അയക്കണമെന്ന ദൃഷ്ടാന്തത്തോടെ അബൂജഹലും സംഘവും മക്കയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടു. അങ്ങനെ ബദറിൽ പ്രതിപാടി. ബദറിൽ വാളും കുന്തവും പരിചയും എല്ലാം തമ്മിലൊരുക്കി. ആർപ്പുവിളികളും അട്ടാസങ്ങളും ഉയർന്നു കഴിഞ്ഞു. യുദ്ധകളം സഞ്ചായമണിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത്? പടി പടി കൊടി കൊടി ചൊടി ചൊടിയെന്തും കുടുകുട പടി കൊടി പിടി പിടി ചൊടിയെന്തും പെറ്റുറ്റൊരു കുട്ടരടിത്ത് കൊടുമാനേ വിടമിട കൊടുമാനേ. ഖുറൈശി പ്രമുഖർ ഓരോന്നോരോന്നായി നിലംപതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാടി. അയാൾ നേതൃനിര ഒന്നടങ്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസ്വദും അലിയുമെല്ലാം നേരത്തെ തന്നെ പരലോകം പ്രാപിച്ചു. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനോട് നേരിടുകയാണ്. അതിനു മുമ്പ് തന്നെ അബൂജഹലത നാമാവേശമായിരിക്കുന്നു. അബൂജഹലിന്റെ പതനത്തോടു കൂടി ഖുറൈശിയിലെ ഭൂരിഭാഗം ആളുകളും പിന്തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ ആ ജഡങ്ങൾ മാത്രമുള്ള ആ ശ്മശാനത്തിലൂടെ ആരെയോ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവുക? നബികൾ റസൂലുകൾക്കും നായകൻ ഫാത്തിമാനെ, നബി തങ്ങളെ സഹാബിമാരിലെല്ലാം. നബികൾ റസൂലുകൾക്കും നായകൻ ഫാത്തിമാനെ, നബി തങ്ങളെ സഹാബിമാരിലെല്ലാം. നാടി അബൂജഹലിന്റെ കിബിറം പടകളും തന്നിൽ മഖ്തുല കിടക്കുന്ന അറബായി പോയെണ്ടും കേട്ട മുഹാദ് എണ്ടോർ ചൊന്നാർ. കവിടനെ കണ്ടു ഞാൻ ഇന്ദ്രകിതാലകിൽ കടകങ്ങൾ കശിയുള്ള കബറത്ത് കോരി കഥ കേട്ടെല്ലാം സേറായ പോൾ കഥ കേട്ടെല്ലാം
സൈറായപ്പോൾ. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ തിരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവുക? അതെ, സാക്ഷാൽ അബൂജഹലിനെ തന്നെ. പരിക്കേറ്റ വീണ കണ്ട ഇബ്നു മസ്ഊദ് തങ്ങൾ അയാളുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചാട്ടം. എന്നിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അയാളോട് പലതും പറയുകയാണ്. പരിക്കേറ്റ വീണിട്ടും ബോധം നഷ്ടപ്പെടാനായിട്ടും ഹുങ്കോടുകൂടി ഈ അബൂജഹൽ തിരിച്ചും പലതും പറയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് തിരിച്ചും പലതും ചെയ്യാനുണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹലിന് പറയാനുണ്ടാവുക? കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയ മുട കേളട. കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയ മുട കേളട. തുടി തുടിക്കും ചകയ കടുകൊടുക്കും മകയ ജഹലെ കേളട. കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയ മുട കേളട. ചടിച്ചകത്ത പോലെ മാടി കീടപ്പവനെ ചടും യാത് വല്ല കാണും യാ റസഖല്ല. കേളട കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയ മുട കേളട. കേളട അബുജാഹിലെ കേളട കൊടിയ കെട കേളട ചടയ മുട കേളട. സ്വല്പം അഹങ്കാരത്തോടു കൂടി അബൂജഹൽ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുകയാണ്, എന്റെ കഴുത്ത് നീ നീട്ടി മുറിക്കണം. ഇത് കേട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ തന്റെ ഉരയിൽ നിന്ന് വാളൂരിയെടുത്ത് അബൂജഹലിന് നേരെ നീട്ടിയപ്പോൾ അബൂജഹൽ പറയുകയാണ്, ഇതിനേക്കാളും മികച്ച വാൾ എന്റെ ഉരയിലുണ്ട്, അതെടുത്ത് നീ കൈകാര്യം ചെയ്തോ. ഇത് കേട്ടപ്പാടെ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിന്റെ ഉരയിൽ നിന്നും വാളൂരിയെടുത്ത് കഴുത്തങ്ങ് നീട്ടി മുറിച്ചു. അബൂജഹൽ മരണവെപ്രാളയിൽ പിടുകയാണ്. ഭീമന്റെ ചെവിയിൽ കൊളുത്തിക്കൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ കൊണ്ടുപോയി അബൂജഹലിന്റെ തലയെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയും സ്വഹാബത്തും ഇബ്നു മസ്ഊദ് തങ്ങളെ മർഹബ ചൊല്ലി സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് വീണു. ആനേ അടവുകൾ കരിശിൻ റസ അറുത്ത് ഇബ്നു മസ്ഊദ് എടുത്തോരംസ. ചേനാകാലം വിട്ടവർ നടന്ന ചികവർ നബിയോർ തിരുമുമ്പന്ന ഉള്ളാറസെത്തി നബിയർ തന്നിൽ മോത്തി പെരിയോനിൽ സുജൂദ് ചെയ്ത. ഇബ്നു മസ്ഊദ് തങ്ങളോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് അതിന് പകരമല്ലേ അന്ന് കഅബാലയത്തിൽ വെച്ച് സത്യദീന് പറഞ്ഞതിന് വേണ്ടി നിന്റെ കർണപുടം അടിച്ചു പൊട്ടിച്ചില്ലേ അബൂജഹല്, നീ സുന്ദരമായി പകരം ചോദിച്ചിരിക്കുന്നു മസൂദേ. മസൂദ് തങ്ങൾക്ക് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ഫിറഔൻ എന്നറിയപ്പെടുന്ന അബൂജഹലിനെ അദ്ദേഹം നാമാവശമാക്കിയിരിക്കുകയാണ്. ചരിത്രത്തിൽ നിന്ന് അദ്ദേഹം മായ്ച്ചു കളയുകയാണ്. പ്രിയമുള്ളവരെ, ബദർ അതൊരു അക്രമമായിരുന്നില്ല, മറിച്ച് അതൊരു പ്രതീകമായിരുന്നു എന്ന് ഈ മീമിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.